ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പെയർഡ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. വാക്കുകളെയോ ഫ്രേസസിനെയോ ക്ലോസസിനെയോ ഒക്കെ കണക്റ്റ് ചെയ്യുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ബട്ട്, ഓർ, ബിക്കോസ്, സോ ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പെയർഡ് കൺജങ്ഷൻസ്, പെയറായിട്ട് വരുന്ന കൺജങ്ഷൻസ്. രണ്ട് വാക്കുകൾ ഒരുമിച്ച് അത് പെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പെയർഡ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ നമുക്കതിനെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്നും പറയാം. അപ്പോൾ എന്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്? അതും കൺജങ്ഷൻസ് ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് പെയറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് മാത്രം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ്, ഐദർ ഓർ, നൈദർ നോർ, അങ്ങനെ ഒരുപാട് കൺജങ്ഷൻസ്, പെയർഡ് കൺജങ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് പെയർഡ് കൺജങ്ഷൻസ് ആണ്. ബോത്ത് ആൻഡ്, പിന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതിൻ്റെ ഫങ്ഷൻ വാക്കുകളെയോ ഫ്രേസസിനെയോ ക്ലോസസിനെയോ ഒക്കെ യോജിപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിക്കുമ്പോൾ അതൊരു ലോങ്ങർ സെൻറ്റൻസ് ആയിട്ട് മാറും. മാത്രമല്ല റെപ്പറ്റീഷൻ ഒഴിവാക്കുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ വാസ് നെർവസ് ടു സ്റ്റാർട്ട് ഹെർ ന്യൂ ജോബ്. അവൾക്ക് അവളുടെ പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന്, തുടങ്ങുന്നതിന് അവൾ നെർവസ് ആയിരുന്നു. ഷീ വാസ് നെർവസ് ടു സ്റ്റാർട്ട് ഹെർ ന്യൂ ജോബ്. നെർവസ് ആണ്, അവൾക്ക് ഭയമാണ്. ഇനി വേറൊരു സെൻറ്റൻസ്, ഷീ വാസ് എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ഹെർ ന്യൂ ജോബ്. പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവൾ എക്സൈറ്റഡ് ആയിരുന്നു എന്ന്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നെർവസ് ആയിരുന്നു അവൾ പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അവൾ എക്സൈറ്റഡും ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് സെൻറ്റൻസ് ആയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരു റെപ്പറ്റീഷനാണ്. രണ്ട് ഫീലിങ്സ് തന്നെയാണ്. അപ്പോൾ നമുക്കതിനെ ഒറ്റ സെൻറ്റൻസ് ആക്കി പറയണമെങ്കിൽ നമുക്ക് ഈ ബോത്ത് ആൻഡ് ഉപയോഗിക്കാം. ഷീ വാസ് ബോത്ത് നെർവസ് ആൻഡ് എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ഹെർ ന്യൂ ജോബ്. നോക്കൂ, ബോത്ത് ആൻഡ് എന്ന ഒരു പെയർഡ് കൺജങ്ഷനാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. അപ്പോൾ രണ്ട് സെൻറ്റൻസിനെ ഒഴിവാക്കി ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം, ഷീ വാസ് നെർവസ് ആൻഡ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ പോരെ? ഷീ വാസ് നെർവസ് ആൻഡ് എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ഹെർ ന്യൂ ജോബ് എന്ന് പറഞ്ഞാലും സെൻറ്റൻസ് കറക്റ്റ് അല്ലേ എന്ന്. കറക്റ്റ് തന്നെയാണ്, ഗുഡ് സെൻറ്റൻസ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു എംഫസിസ് കൊടുക്കുകയാണ് ബോത്ത് ആൻഡ് ഉപയോഗിക്കുമ്പോൾ. മാത്രമല്ല ആ സെൻറ്റൻസ് കുറച്ചുകൂടി നല്ല ഒരു സെൻറ്റൻസ് ആയിട്ട് മാറി. ഇനി വേറൊരു സെൻറ്റൻസ്, ഹി വാസ് നോട്ട് ഷുവർ വാട്ട് ടു ബൈ ഫോർ ഹെർ. അവൾക്ക് എന്താണ് വാങ്ങേണ്ടത് എന്നതിനെപ്പറ്റി അവന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഹി വാസ് നോട്ട് ഷുവർ വാട്ട് ടു ബൈ ഫോർ ഹെർ. സോ ഹി ബോട്ട് ചോക്ലേറ്റ്സ്, ഹി ബോട്ട് ഫ്ലവേഴ്സ്. അപ്പോൾ ചോക്ലേറ്റ്സ് വാങ്ങി, അതുപോലെ ഫ്ലവേഴ്സും വാങ്ങി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വാങ്ങി. ഇതിനെ നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പറയാലോ. അതെങ്ങനെ പറയും? ഹി വാസ് നോട്ട് ഷുവർ വാട്ട് ടു ബൈ ഫോർ ഹെർ, സോ ഹി ബോട്ട് ബോത്ത് ചോക്ലേറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ബോത്ത് ചോക്ലേറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. നോക്കൂ, ബോത്ത് ആൻഡ് ഉപയോഗിച്ചു. ഇനി ഇത് തന്നെ, സോ ഹി ബോട്ട് ചോക്ലേറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാലും സെൻറ്റൻസ് കറക്റ്റ് തന്നെ. പക്ഷേ ബോത്ത് ആൻഡ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എംഫസിസ് വന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ബോത്ത് ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് നോക്കാം. ഐ ലവ് റീഡിങ്. ഞാൻ റീഡിങ് ഇഷ്ടപ്പെടുന്നു. ഐ ലവ് റൈറ്റിംഗ്. ഞാൻ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഞാൻ റീഡിങ്ങും റൈറ്റിങ്ങും ഇഷ്ടപ്പെടുന്നു. ഹി ഈസ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. അദ്ദേഹം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ്. ഹി ഈസ് ഫ്ലുവൻറ്റ് ഇൻ സ്പാനിഷ്. അദ്ദേഹം സ്പാനിഷിൽ ഫ്ലുവൻ്റ് ആണ്. ഹി ഈസ് ഫ്ലുവൻറ്റ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ്. അദ്ദേഹം ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്ലുവൻ്റ് ആണ്. ഷീ ഈസ് എ ഗ്രേറ്റ് സിംഗർ. അവൾ നല്ല ഒരു സിംഗർ ആണ്. ഷീ ഈസ് ആൻ എക്സലൻറ്റ് ഡാൻസർ. അവൾ വളരെ നല്ല ഒരു ഡാൻസറും ആണ്. ഷീ ഈസ് ബോത്ത് എ ഗ്രേറ്റ് സിംഗർ
ആൻഡ് ആൻ എക്സലൻറ്റ് ഡാൻസർ. അവൾ ഒരു സിംഗറും ഡാൻസറും ആണ്. ദ റിസോർട്ട് ഓഫേഴ്സ് റിലാക്സേഷൻ. ആ റിസോർട്ട് നമുക്ക് റിലാക്സേഷൻ തരുന്നു. ദ റിസോർട്ട് ഓഫേഴ്സ് അഡ്വഞ്ചർ. ആ റിസോർട്ട് നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് എന്നാണ്. ദ റിസോർട്ട് ഓഫേഴ്സ് ബോത്ത് റിലാക്സേഷൻ ആൻഡ് അഡ്വഞ്ചർ. അപ്പോൾ ബോത്ത് ആൻഡ് ഉപയോഗിച്ചപ്പോൾ റിലാക്സേഷനും അഡ്വഞ്ചറും തരുന്നു എന്നായി സെൻറ്റൻസിൻ്റെ മീനിങ്. ഇനി അടുത്ത ഒരു പെയർഡ് കൺജങ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതും ഉപയോഗിക്കുന്നത് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നതിന് തന്നെയാണ്. മൂവി വാസ് വിഷ്വലി സ്റ്റണ്ണിങ്. ദ മൂവി വാസ് ഇമോഷണലി മൂവിങ്. നോക്കൂ, ഇവിടെ ഒരു മൂവിയെ പറ്റിയാണ് പറയുന്നത്. അത് വിഷ്വലി നമുക്ക് നല്ല ഒരു അനുഭവമായിരുന്നു. വിഷ്വലി നല്ല മൂവിയായിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ദ മൂവി വാസ് ഇമോഷണലി മൂവിങ്. മാത്രമല്ല ആ മൂവി ഇമോഷണലി മൂവിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പല ഇമോഷൻസും നമുക്ക് ആ മൂവി കണ്ടിരിക്കുമ്പോൾ വരും. നമുക്ക് സങ്കടം തോന്നും, നമുക്ക് സന്തോഷം തോന്നും, അങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് അതിനകത്ത് നമുക്ക് കണ്ടിരിക്കുന്ന ആളുകൾക്കും അത് ഫീൽ ചെയ്യും എന്നാണ് അതിനർത്ഥം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആ മൂവിയെ പറ്റി പറയുന്നു. ഇതിന് നമുക്ക് ദ മൂവി വാസ് വിഷ്വലി സ്റ്റണ്ണിങ് ആൻഡ് ഇമോഷണലി മൂവിങ് എന്ന് പറയാം. വെറുതെ ഒരു ആൻഡ് മാത്രം ഉപയോഗിച്ചു. ഇതല്ലാതെ ദ മൂവി വാസ് നോട്ട് ഓൺലി വിഷ്വലി സ്റ്റണ്ണിങ് ബട്ട് ഓൾസോ ഇമോഷണലി മൂവിങ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ഫോക്കസ് അവിടെ വരുന്നുണ്ട്, എംഫസിസ് കൊടുക്കുന്നുണ്ട് ആ സെൻറ്റൻസിന്. അത് വിഷ്വലി വളരെ നല്ലതായിരുന്നു എന്ന് മാത്രമല്ല, പിന്നെന്താണ്, ഇമോഷണലി മൂവിങ്ങും ആയിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ സെൻറ്റൻസ് ആയിട്ട് അത് മാറി. വേറൊരു എക്സാമ്പിൾ, ദ കമ്പനി പ്രൊവൈഡ്സ് ഗുഡ് സാലറീസ്. ദ കമ്പനി പ്രൊവൈഡ്സ് അമേസിങ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു കമ്പനിയെ പറ്റിയാണ് പറയുന്നത്. ദ കമ്പനി പ്രൊവൈഡ്സ് ഗുഡ് സാലറീസ്. നല്ല സാലറി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ്, ദ കമ്പനി പ്രൊവൈഡ്സ് അമേസിങ് ഓപ്പർച്യൂണിറ്റീസ്. നല്ല അവസരങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. ഇതിനെയും നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന ഒരു പെയർഡ് കൺജങ്ഷൻ ഉപയോഗിച്ച് മാറ്റി ഒന്ന് പറയാം. ദ കമ്പനി പ്രൊവൈഡ്സ് നോട്ട് ഓൺലി ഗുഡ് സാലറീസ് ബട്ട് ഓൾസോ അമേസിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് നല്ല ഒരു റിച്ചർ സെൻറ്റൻസ് ആയിട്ട് മാറി, നല്ലൊരു സ്ട്രോങ്ങർ സെൻറ്റൻസ് ആയിട്ട് മാറി. ഇനിയും ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ദ കമ്പനി ഓഫേഴ്സ് നോട്ട് ഓൺലി ഗ്രേറ്റ് പ്രോഡക്ട്സ് ബട്ട് ഓൾസോ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ്. കമ്പനി നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നല്ല കസ്റ്റമർ സർവീസും ആണ്. കസ്റ്റമേഴ്സിനൊക്കെ നല്ല സർവീസാണ് കൊടുക്കുന്നത്. ഹി നോട്ട് ഓൺലി സിങ്സ് ബട്ട് ഓൾസോ പ്ലേസ് ദ ഗിറ്റാർ. അവൻ പാടാറുണ്ട്, അതുമാത്രമല്ല ഗിറ്റാർ വായിക്കാറും ഉണ്ട്. ഇനി ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടം ആകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ യൂട്യൂബ് ഇത് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ മറ്റുള്ളവരിലേക്ക്. അതുകൊണ്ട് തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്.